പീറ്ററെ നിന്റെ നായ കാണിച്ച തോന്നിയാസം കണ്ടോ? ഇവിടെ ആൾക്കാർക്ക് വഴി നടക്കണ്ടേ? കാശ് കൊടുത്ത് വാങ്ങിയ മുതലാ പറമ്പിന്റെ അകത്ത് കയറിയാൽ ചിലപ്പോ കടിച്ചെന്നൊക്കെ വരും. അല്ല ഇനിയിപ്പോ ചോദിക്കാൻ എന്ത് കാര്യത്തിൽ ഇങ്ങോട്ട് കയറിയാന്ന് അയച്ചിടണോ ഞാൻ? ചില നായ്ക്കൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. വെറുതെ അതിനെ നിൽക്കണ്ട. നിങ്ങൾ എന്തിനാ പറമ്പ് കയറാന്ന് പേര് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ. നമ്മൾ മെമ്പറോട് പറയാം. കാണാ മെമ്പറേ, നിങ്ങളൊരൊറ്റ ആത്മാർത്ഥത കൊണ്ടാ. അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പിന്റെ പണിയിൽ എനിക്ക് എന്റെ പോരന്റെ കോൺക്രീറ്റ് നിങ്ങളൊന്ന് കഴിഞ്ഞിട്ട്. എടോ, ബസ് സ്റ്റോപ്പും പാലൊന്നും ഇനി നടക്കൂല. പിന്നെ ചെക്കന്മാരൊക്കെ 50,000 ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കല് തുടങ്ങി. എന്താ ചെയ്യാ? ഒരു കാര്യമുണ്ട്. ഒരു റോഡ് വരുന്നുണ്ട്, നമുക്ക് അതിൽ പിടിക്കാം. ആ അതായാലും മതി. അല്ലടോ, ഇന്നിപ്പോ എന്താക്കും? ഇതേലൊന്നുമില്ല. നിങ്ങളിലോ? എനിക്ക് നടക്കും തോന്നില്ല. ഒന്ന് കുട്ടിയോക്ക് ഇതിലൊന്നുമില്ലല്ലോ. എനിക്കിപ്പോ എന്താ ചെയ്യാ? ടീച്ചറിന് ഒരു നായ്ക്കേസ് ഉണ്ട്, അതിലെന്തോ തടയാൻ നോക്കാം. ഒട്ടേനും വേണ്ടി വരൂട്ടോ. ഇനി ഇങ്ങോട്ട് വേണോ? ഇത് ഞാൻ ശരിയാക്കി തരാം. ഒന്നും നടന്നില്ല, തിരുവനന്തപുരത്തേക്ക് വിളിക്കും. ടീച്ചറേ, ടീച്ചർ എന്താടോ? ഒന്നും ഇങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് വരാനൊന്നും പറ്റൂല. എന്നെ കാണാൻ വന്നാണെങ്കിൽ അകത്ത് കയറി പോരി. മെമ്പർ വന്ന് വിളിച്ചിട്ടോ എന്റെ അഹങ്കാരം കണ്ടില്ലേ? ആണോ? എന്നാ ഒരു പ്രത്യേക അക്ഷരം എടുക്കേണ്ടി വരുമല്ലോ. വേണ്ടി വരും. വാ. അമ്പോ, ഇതെന്താ പൊടിവില്ലോ? പീറ്ററിന് സുന്നത്തേ ഇതെന്ത് പറ്റി പീറ്ററെ? ഒന്നും പറയണ്ട. പട്ടിക്ക് ഇറച്ചി കൊടുക്കാൻ ഒരു 10 മിനിറ്റ് വൈകിപ്പോയി. കൊടുക്കാൻ കുനിഞ്ഞു നിന്നതെങ്കിൽ ഓർമ്മയുള്ളൂ. പീറ്ററേട്ടാ, ഇതിലേതാ പട്ടി അടിച്ച മുറി? അങ്ങനൊക്കെ ആയിപ്പോയിക്കുന്നോ? അപ്പൊ പട്ടിയോ? അതിനെ ഞാൻ അന്നപ്പോ തന്നെ തച്ചങ്ങ് കൊന്നായി. അപ്പൊ മുടക്കിയ പൈസ എടോ, സ്വന്തം കുണ്ടീനേക്കാ വല്ലല്ലടോ എന്ന് അതിന്റെ മോനും.